Electric potential difference. Last class we have studied about electric current. The flow of charges in a conductor is called electric current. ഒരു കണ്ടക്ടറിൽ ചാർജ് ഒഴുകുന്നതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പഠിച്ചത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് കറണ്ട് ഒഴുകുന്നത്, ഒരു കണ്ടക്ടറിൽ എപ്പോഴാണ് കറണ്ട് ഒഴുകുന്നത്, അതായത് വാട്ട് മേക്സ് ഇലക്ട്രിക് കറണ്ട് ഇൻ എ കണ്ടക്ടർ, ഈ ക്വസ്റ്റ്യനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് എന്തുകൊണ്ടാണ് ഒരു കണ്ടക്ടറിൽ കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വാട്ടർ ഫ്ലോ എടുക്കാം. ഇവിടെ ഒരു ചെറിയ ട്യൂബും ഒരു ചെറിയ വെസലും അതുപോലെ തന്നെ വേറൊരു വലിയ വെസലും നമ്മൾ ഒരു പൈപ്പ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എ ബി ഇസ് ദ പൈപ്പ്, എ ബി ഇസ് ദ പൈപ്പ്. അപ്പോൾ ഈ രണ്ട് വെസലിലെയും വാട്ടർ ലെവൽ സെയിം ആണ് എന്ന് കരുതുക. വാട്ടർ ലെവൽ സെയിം ആണ്, ഇവിടെ ലെവലിന് വ്യത്യാസമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം there will not be any water flow in the pipe. പൈപ്പിൽ വാട്ടർ എ ടു ബിയോ ബി ടു എയോ ഒഴുകില്ല. there will be no flow of water. എന്നാൽ ഇതേ കേസിൽ തന്നെ ഇപ്പോൾ ചെറിയ ട്യൂബിലെ ലെവൽ കൂടുതലും വലിയ ട്യൂബിലെ ലെവൽ കുറവുമാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ ഇത്രയും വെള്ളമുണ്ട്, ഇവിടെ വെള്ളം കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദി എ എൻഡ് ഓഫ് ദ പൈപ്പ് ആൻഡ് ബി എൻഡ് ഓഫ് ദ പൈപ്പ് വാട്ടർ വിൽ ഫ്ലോ ഫ്രം എ ടു ബി. ഈ ലെവൽ സെയിം ആകുന്നത് വരെ നമുക്കറിയാം വാട്ടർ വിൽ ഫ്ലോ ഫ്രം എ ടു ബി. അതിന് കാരണവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് പ്രഷർ ഡിഫറൻസ്. പ്രഷർ ഡിഫറൻസ് അതായത് പൈപ്പിൻ്റെ എൻഡുകൾക്കിടയ്ക്കുള്ള പ്രഷർ ഡിഫറൻസ് കാരണമാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡ്സ് ഫ്ലോ ചെയ്യുന്നത് പ്രഷർ ഡിഫറൻസ് കാരണമാണ്. വിൻഡും അങ്ങനെയാണ്, പ്രഷർ ഡിഫറൻസ് കാരണമാണ് എയർ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ ഈ പൈപ്പിൻ്റെ ഒരറ്റം വീട്ടിൻ്റെ മുകളിലുള്ള വാട്ടർ ടാങ്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ടാപ്പ് തുറക്കുന്ന പൈപ്പിൻ്റെ രണ്ട് എൻഡുകൾക്കിടയ്ക്കുള്ള പ്രഷർ ഡിഫറൻസ് കാരണമാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി വാട്ടർ ഫ്ലോ ചെയ്യുന്നതിന് കാരണം പ്രഷർ ഡിഫറൻസ് ആണ്. സിമിലർ ടു ദാറ്റ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ കറന്റ് ഫ്ലോ ഇൻ എ കണ്ടക്ടർ? അതിന് പറയുന്നത് അത് സംഭവിക്കുന്നത് എപ്പോഴാണ്? കറന്റ് ഫ്ലോ ടേക്സ് പ്ലേസ് വെൻ ദെയർ ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളപ്പോഴാണ് ചാർജസ് ഒരു കണ്ടക്ടറിൽ ഫ്ലോ ചെയ്യുന്നത്. That means electric potential difference is the reason for the flow of charges in a conductor. അതായത് ഇലക്ട്രിക് കറണ്ടിന് കാരണമാകുന്നത് കണ്ടക്ടറിൻ്റെ എൻഡുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പഠിക്കാം. വാട്ട് ഡു യു മീൻ ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? What do you mean by potential difference? Potential difference എന്ന് പറയുന്നത്, this is the definition for potential difference, the amount of work done to move unit charge from one point to another is called the potential difference between the points. അതായത് നമുക്കൊരു കണ്ടക്ടർ എടുക്കാം. എ ബി ഇസ് ദ കണ്ടക്ടർ, എ ബി. ഇതില്ല potential. What do you mean by the potential difference between A and B? PD between A and B. അതെന്താണ് ഇപ്പോൾ പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. എന്തിനു വേണ്ടിയുള്ളതാണ്? ടു മൂവ് യൂണിറ്റ് ചാർജ്, ഒരു കൂളംബ് ചാർജിനെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ വർക്കിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമാണ് കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് മീൻസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. അപ്പോൾ ഈ കണ്ടക്ടറിൽ നമുക്ക് ക്യൂ കൂളംബ് ഓഫ് ചാർജ് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നു വിചാരിക്കാം. Q coulomb of charge is moving from A to B.
അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ? ആ വർക്ക് നമുക്ക് W എന്ന് വിചാരിക്കാം. അതായത് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു മൂവ് Q coulomb of charge. Q coulomb of charge is equal to W. അതായത് W എമൗണ്ട് ഓഫ് വർക്ക് വേണം Q coulomb of ചാർജിനെ A നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകാനായിട്ട്. എക്സാമ്പിളായിട്ട് 6 coulomb of ചാർജ് മൂവ് ചെയ്യാൻ ആവശ്യമായ Q is equal to 6 coulomb. അതിനാവശ്യമായ വർക്ക് 12 ജൂളാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ Q coulomb of ചാർജിനെ A നിന്ന് ബിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് W ആണെങ്കിൽ നമുക്ക് the amount of work done to move amount of work done to move 1 coulomb of charge. 1 coulomb of charge from A to B is equal to, mathematically it is W by Q. ഇവിടെയാണെങ്കിൽ നമുക്ക് കിട്ടും 1 coulomb of ചാർജിനെ കൊണ്ടുപോകാനുള്ള വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു 12 ജൂൾ പെർ 6 കൂളം, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ജൂൾ പെർ കൂളം. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ 1 coulomb of ചാർജിനെ കൊണ്ടുപോകാനുള്ള ആവശ്യമായ വർക്ക് 2 ജൂൾ പെർ കൂളമ്പാണ്. ഇതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. Therefore, potential difference is equal to V is the letter used to represent the potential difference. V is equal to W by Q. അതായത് the amount of work done to move 1 coulomb of charge from one end of the conductor to the other end is W by Q. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് എന്താണ്? ആ യൂണിറ്റ് നമുക്ക് ഈ ഫോമുലയിൽ നിന്ന് പഠിക്കാൻ പറ്റും. W is measured in joules and Q is measured in coulomb. Therefore, it is the unit is joule per coulomb. Joule per coulomb is the unit of potential difference. ഇതിന് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. ജൂൾ പെർ കൂളമിന് ഒരൊറ്റ വാക്കുണ്ട്, അതിനെയാണ് വോൾട്ട് എന്ന് പറയുക. ഇറ്റ് ഈസ് വോൾട്ട്. Joule per coulomb is called volt. Volt is the potential difference. അപ്പോൾ വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 വോൾട്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി കാണും. അതായത് the amount of work done to move 1 coulomb of charge from A to B is 2 volt. 2 volt എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 coulomb of ചാർജിനെ കണ്ടക്ടറിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ വർക്കാണ് 2 ജൂൾസ്. അങ്ങനെയാണെങ്കിൽ the potential difference is said to be 2 volt. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? 2 പോയിന്റ്സാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. വാട്ട് ക്രിയേറ്റ്സ് കറണ്ട് ഇൻ എ സർക്യൂട്ട്? എന്തുകൊണ്ടാണ് കറണ്ട് ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്നത്? കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദെൻ വാട്ട് യു മീൻ ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു വർക്കാണ്. എന്തിനുള്ള വർക്കാണ്? 1 കൂളംബ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു കണ്ടക്ടറിൽ കൊണ്ടുപോകാൻ ആവശ്യമായ വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് ദ ഡെഫിനിഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു മൂവ് യൂണിറ്റ് ചാർജ് from one point to another is called the potential difference between the points. ഇനി നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കലായി നമുക്ക് കിട്ടുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് തരുന്ന ഡിവൈസുകളാണ് ബാറ്ററി ആൻഡ് ജനറേറ്റർ. നമുക്കറിയാം, നമ്മൾ ഡെയിലി ലൈഫിൽ കറണ്ട് ഉണ്ടാകണമെങ്കിൽ നമ്മളൊരു ബാറ്ററി ഉപയോഗിക്കുന്നു. ബാറ്ററി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജനറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് ഡിവൈസ് വിച്ച് പ്രൊഡ്യൂസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ബാറ്ററിയോ അല്ലെങ്കിൽ ജനറേറ്റേഴ്സോ ആണ്. ഇവിടെ നമുക്ക് കടയിൽ കിട്ടുന്ന ഒരു ബാറ്ററി നമുക്ക് എടുക്കാം. ഈ ബാറ്ററി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ബാറ്ററിയുടെ പുറത്ത് ഇവിടെ 1.5 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്താണ് ഈ 1.5 വോൾട്ട് ബാറ്ററി? ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് ടെർമിനലിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 1.5 വോൾട്ട്. ഇതാണ് നമുക്ക്
പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു മൂവ് 1 coulomb ഓഫ് ചാർജ് ഫ്രം 1 point ഓഫ് ദ ബാറ്ററി ടു ദ അതർ പോയിന്റ് ഈസ് 1.5 ജൂൾ പെർ കൂളം. ഇങ്ങനെയുള്ള ബാറ്ററിയാണ് നമുക്ക് കിട്ടുക. ഈ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കറണ്ട് ഉണ്ടാക്കാം. അതായത് ഈ ബാറ്ററിയെ നമുക്ക് 1.5 വോൾട്ട് ബാറ്ററി, ഇതിന് നമുക്കൊരു ടോർച്ച് ബൾബുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്കറിയാം ഈ ബൾബ് ഗ്ലോ ചെയ്യും. ബൾബ് ഗ്ലോ ചെയ്യുന്നു എന്ന് അല്ലെങ്കിൽ ബൾബ് കത്തുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഉണ്ടാകുന്നു, അതിനോടൊപ്പം അല്പം ഹീറ്റ് എനർജിയും ഉണ്ടാകും. ഇത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ചൂട് ഉണ്ടാകുന്നതായിട്ട് കാണാം. ഇവിടെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ബൾബ് കത്തുന്നത്. ദ ഇലക്ട്രോൺസ് ആർ ഫ്ലോയിങ് ഫ്രം ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ടു ദ പോസിറ്റീവ് ടെർമിനൽ. ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങനെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യും. അന്നേരം നമ്മൾ പറയും ദ കൺവെൻഷണൽ കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അതൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ 1.5 വോൾട്ട് ബാറ്ററി ഈസ് കണക്റ്റഡ് ടു എ ടോർച്ച് ബൾബ്, ദെൻ യു ആർ ഗെറ്റിംഗ് ലൈറ്റ് ആൻഡ് ഹീറ്റ്. ഇതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? എന്താണ് 1.5 വോൾട്ട്? നമുക്ക് മനസ്സിലാവും. ഇവിടുന്ന് 1 കൂളംബ് ഇലക്ട്രോൺസ്, 1 കൂളംബ് ചാർജുള്ള ഇലക്ട്രോൺസ് ബൾബ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ചെയ്യുന്ന വർക്കാണ് 1.5 ജൂൾസ്. ഈ 1.5 ജൂൾസ് ഓഫ് വർക്കാണ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് ആൻഡ് ഹീറ്റ്. ഇതിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1.5 വോൾട്ട് ആയതുകൊണ്ട് 1 കൂളംബ് ഓഫ് ചാർജ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പം ചെയ്യുന്ന വർക്ക് ബൾബിൽ ലൈറ്റും ഹീറ്റുമായി മാറ്റപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഈ ബൾബിൽ 1.5 ജൂൾ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് ആൻഡ് ഹീറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സംശയം വരും, ഈ ഇലക്ട്രോൺസിന് എവിടെ നിന്നാണ് എനർജി കിട്ടുക? ഈ 1.5 ജൂൾ വർക്ക് ചെയ്യാനുള്ള ഓരോ കൂളമ്പിനും 1.5 ജൂൾ വർക്ക് ചെയ്യാനുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുക? അത് നമുക്കറിയാം. ഇതിൻ്റെ അകത്ത് ഈ ബാറ്ററിക്കകത്ത് അയോൺസ് മൂവ്മെൻറ്റ് കൊണ്ട്, ദ ഡീറ്റെയിൽസ് യു വിൽ സ്റ്റഡി ഇൻ ദ ഹയർ ക്ലാസ്, ഈ ബാറ്ററിക്കകത്തുള്ള അയോൺസ് മൂവ്മെൻറ്റ് കൊണ്ട് ഇലക്ട്രോൺസിന് കിട്ടുന്ന എനർജിയാണ് 1.5 ജൂൾ. അത് ബൾബിൽ ലൈറ്റും ഹീറ്റുമായി മാറ്റുന്നത്. ഈ പോയിന്റ് ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കുന്നതിന്, ടു മേക്ക് ഇറ്റ് മോർ ക്ലിയർ, നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്കിവിടെ ക്ലാസ് റൂമിലുള്ള ടേബിൾ എടുക്കാം. ഈ ടേബിളിൽ ഇവിടെ സർഫസ് ഗ്രൗണ്ടിൽ, ദിസ് ഇസ് ദ ഗ്രൗണ്ടിൽ h ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ടേബിൾ. നമ്മളിത് 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്രൗണ്ടിൽ m മാസ് ഉണ്ടെന്ന് കരുതുക. m ഈസ് ദ മാസ്. ഒരു കല്ലുണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ മാസ് m ആണ്. ഈ മാസ് നമ്മൾ ടേബിളിലേക്ക് എടുത്ത് വയ്ക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും വർക്ക് ചെയ്യണം. ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു mgh. നമ്മൾ ചെയ്യുന്ന വർക്ക് ഇതിൽ പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടും. ഈ കല്ലിനിപ്പോൾ mgh എനർജി ഉണ്ടാവും. ഈ കല്ല് ഇവിടെ നിന്ന് താഴോട്ട് വീഴുകയാണെങ്കിൽ ഈ mgh എനർജി ഇത് സ്പെൻഡ് ചെയ്യും. അതായത് നമുക്ക് ഈ കല്ലിൽ നിന്ന് mgh എനർജി നമുക്ക് ലഭിക്കും. അത് യു ക്യാൻ കൺവേർട്ട് ദിസ് പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ യൂസ്ഫുൾ ഫോം. നമ്മളത് ചെയ്യുന്നില്ല എങ്കിൽ ഓൺ ദ സ്റ്റോൺ ഹിറ്റ് ദ ഗ്രൗണ്ട് ഇറ്റ് വിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഹീറ്റ് എനർജി. സാധാരണ കല്ല് താഴെ വന്ന് വീഴുമ്പോൾ ഹീറ്റ് എനർജിയായി മാറുകയും അത് അറ്റ്മോസ്ഫിയറിൽ ആഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ദ വർക്ക് ഡൺ, നമ്മൾ ചെയ്ത വർക്കാണ് ഇതിൽ എനർജിയായിട്ട് സ്റ്റോർ ചെയ്യണം. ദെൻ യു കം ടു ദിസ് എക്സാമ്പിൾ. ഇവിടെ അയോൺസ് മൂവ്മെൻറ്റിലൂടെ ഇലക്ട്രോൺസിന് കിട്ടുന്ന എനർജിയാണ് ഇലക്ട്രോൺസിൻ്റെ എനർജി. അതായത് 1 കൂളംബ് ഓഫ് ഇലക്ട്രോൺസിന് 1.5 ജൂൾ ഓഫ് എനർജി ഉണ്ടാകും. ഈ എനർജിയാണ് വൺസ് ഇറ്റ് ട്രാവൽസ് ഫ്രം ദ നെഗറ്റീവ് ടെർമിനൽ ടു ദ പോസിറ്റീവ് ടെർമിനൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ലൈറ്റ് ആൻഡ് ഹീറ്റ്. ഇനി നമ്മൾ ബൾബ് കൊടുക്കുന്നില്ല, വെറും ഒരു വയർ കൊണ്ട് ഇത് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ബൾബിൽ ചൂടുണ്ടാവുകയോ അല്ലെങ്കിൽ ഇത് സ്പാർക്ക് ഉണ്ടാവുകയോ ചെയ്തിട്ട് ഈ എനർജി പുറത്തേക്ക് പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെയുള്ള പ്രോസസ്സാണ്. അതായത് ഈ ഇലക്ട്രോൺസിൻ്റെ എനർജിയാണ് ഇവിടെ ലൈറ്റായിട്ടും ഹീറ്റായിട്ടും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി വാട്ട് ഡു യു മീൻ ബൈ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു മൂവ് 1 കൂളംബ് ഓഫ് ചാർജ് ഫ്രം 1 point to the another. ഒരു കണ്ടക്ടറിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് 1 കൂളംബ് ചാർജ് മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്കിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു. ദ മാത്തമാറ്റിക്കൽ ഫോർമുല ഫോർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഗിവൺ ബൈ V is equal to W/Q ആൻഡ് യൂണിറ്റ് നമ്മൾ പഠിച്ചു, ഇറ്റ് ഈസ് വോൾട്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ പഠിച്ചു നോക്കാം. നമ്മൾ ഇതുവരെ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ്
What makes electric current in a conductor? Potential difference creates electric current in a conductor. What do you mean by potential difference? Potential difference is the amount of work done in moving 1 coulomb of charge from one point to another. What is the formula for the potential difference? V is equal to W by Q. What do you mean by W? W is the amount of work done to move Q coulomb of charge from one point to another. What is the unit of potential difference? Potential difference is measured in a unit called volt. Okay. ഇനി നമുക്ക് then we are coming to the next point. Which instrument can be used to measure potential difference in a circuit? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു current is measured. Current can be measured by an instrument called ammeter. Ammeter ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. ammeter is connected in series. ഇത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹിയർ ഈ how to measure the potential difference. Potential difference is measured by an instrument called voltmeter. വോൾട്ട്മീറ്റർ അമ്മീറ്റർ പോലെ ലാബിലൊക്കെ കാണാൻ പറ്റും. വോൾട്ട്മീറ്റർ എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. വോൾട്ട്മീറ്റർ നീഡിൽ ഇങ്ങനെ വയ്ക്കും. ഈ വോൾട്ട്മീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഏതെങ്കിലും രണ്ട് പോയിന്റിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യേണ്ടത്. Then the question is how to connect the voltmeter in a circuit. The answer is it should be connected parallel with a parallel connection. It should be connected in parallel. അതായത് the voltmeter should be connected parallel to the points where the potential difference has to be measured. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഒരു ഇലക്ട്രിക്കൽ കൺസിഡർ an electric circuit. ഒരു സെല്ലുണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് എ കീ. ഒരു സ്വിച്ചാണ്. ഇത് നമുക്ക് ഒരു ബൾബുമായിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ കറണ്ട് മെഷർ ചെയ്യാനായിട്ട് നമ്മളൊരു അമ്മീറ്റർ കണക്ട് ചെയ്യുന്നു. നമുക്കറിയാം ദിസ് കണക്ഷൻ ഈസ് സീരീസ് കണക്ഷൻ. അമ്മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഇവിടെ നിന്നേക്ക് കറണ്ട് നമുക്ക് കാണാൻ പറ്റും. കറണ്ട് ആ മീറ്റർ റീഡ് ചെയ്യും. ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ട്. I is equal to some value. Suppose it is 0.5 ampere is the current. ഇവിടെ the point is how to measure the potential difference across the bulb. C and D are the points. ഇതിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ രണ്ട് സിക്കും ഡിക്കും ഇടയ്ക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യേണ്ടത്. അതുകൊണ്ട് voltmeter can be used. Voltmeter should be used to measure the potential difference. How to connect the voltmeter? Voltmeter should be connected like this. വോൾട്ട്മീറ്റർ ഇങ്ങനെ കണക്ട് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. പാരലൽ ടു ദ പോയിന്റ്സ്, പാരലൽ ഓർ എക്രോസ് ദ ബൾബ്. അങ്ങനെയായിരിക്കണം നമ്മൾ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ വോൾട്ട്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ പോയിന്റ്സ് across which the potential difference has to be measured. അപ്പോൾ വോൾട്ട്മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ. ഈ ബൾബിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ the voltmeter should be connected in parallel to the bulb. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ. So far we have studied what do you mean by potential difference, which instrument can be used to measure the potential difference, what is the unit of potential difference, how the voltmeter can be connected in a circuit to measure the potential difference. ഇതിനെല്ലാം ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്നും കൂടി ഞാനിത് പറയാം. അതായത് വാട്ട് മേക്സ് കറണ്ട് ഇൻ എ സർക്യൂട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ്സ് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാകണമെങ്കിൽ കണ്ടക്ടറിലോ കറണ്ട് ഉണ്ടാകണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവശ്യമാണ്. വാട്ട് യു മീൻ ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു വർക്ക് ഡൺ ആണ്. എന്തിനുള്ളത്? ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു മൂവ് 1 coulomb ഓഫ് ചാർജ് ഫ്രം one point to another is called the potential difference. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? സാധാരണയായിട്ട് നമുക്ക് ബാറ്ററി, ജനറേറ്റർ, ഡൈനമോ ഒക്കെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുല എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുല V is equal to W by Q എന്നാണ്. What is the unit of potential difference? Potential difference in the unit. Potential difference is measured in a unit called volt. വോൾട്ടിലാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്.
ഇനി which instrument can be used to measure the potential difference? Answer, voltmeter. How an voltmeter can be connected in a circuit? Voltmeter is connected in parallel with the circuit. Okay, let us stop here. Thank you.